ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു മിനി വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ മിനി വ്ളോഗാണ് കേട്ടോ. മോക്ക് അന്ന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. സാറ്റർഡേസ് ആകുമ്പോൾ ഞാൻ ജിജോട്ടിന് ഒരുമിച്ച് പോയി ഡ്രോപ്പ് ചെയ്യാറുണ്ട്, അതേപോലെ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും A2B റെസ്റ്റോറൻറ്റിൽ പോയി. കുറേ ആയിട്ടോ ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയി കഴിച്ചിട്ട്. അപ്പോൾ ശരി, ഇന്ന് എന്തായാലും സാറ്റർഡേ കിച്ചണിന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ A2B റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിക്കാത്തതിൻ്റെ എന്തോ ഒരു പോലെ തോന്നിയതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു ചായക്കടയുണ്ട്, മുരുകൻ ടീ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു കോഫിയും ജിജുവായിട്ടിനൊരു ചായയും വാങ്ങിച്ചു. നല്ല കോഫിയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റി ഒന്ന് ടീഷർട്ടും പാൻറ്റൊക്കെ ഇടാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതേ ഡ്രസ്സിൽ അങ്ങനെ തന്നെ വാക്കിങ്ങിന് പോയി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു നല്ല ലേക്ക്, ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് സ്ഥിരമായിട്ട് ഞാൻ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ചായി ഞാൻ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം പനിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ബോഡി ഭയങ്കര വീക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വാക്കിംഗ് മാത്രം. പിന്നെ ഇവരെയൊക്കെ കാണണം. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട്. നമ്മുടെ ഇവൻ്റെ പേര് അപ്പുവാണ് കേട്ടോ. അപ്പോൾ ഇവനും ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ചൊന്ന് വാക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും. എന്തോ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ടുണ്ടാവും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ജിജുവേട്ടൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി കുളിച്ച് റെഡിയായി. ഞങ്ങൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ജിജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആയി നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോകാറില്ലല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവളുടെ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് വേറെ നോർമൽ ഡ്രസ്സ് എടുത്തിട്ടു. തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ്, മെസ്സാണ് ഇത് ശരിക്കും, നന്മ മെസ് എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് 2 മീൽസും മോക്കൊരു ബിരിയാണിയും വാങ്ങിച്ചു. വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല, ഞങ്ങൾക്കൊരു മീൽസ് കഴിക്കണമെന്ന് തോന്നി, ഏതെങ്കിലും ഒരു കേരള മീൽസ് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ പോയതാണ്. ഫുഡ് ആവറേജ് ആയിരുന്നു, വളരെ ആവറേജ് ആയിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ആ സമയത്ത് പിന്നെ വേറെ ഒന്നും കിട്ടാൻ, വേറെ എവിടെയും തപ്പാനും നമുക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീരുമാനിച്ചാണ് രശ്മിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്, ആദിനെയൊക്കെ ഒന്ന് കാണാനായിട്ട്. എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഒട്ടും എനർജി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോയി. അവരോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേന് ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടു പിള്ളേരൊക്കെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ജിജുവേട്ടൻ കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കേശുവും ആദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒന്ന് കളിച്ച് അത് കഴിഞ്ഞ് അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഊണ് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. പക്ഷേ വീട്ടിലേക്ക് എത്താറായപ്പോഴത്തേനും മോള് പറഞ്ഞു അവൾക്ക് ചായ കുടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ KL58 പോയിട്ട് ചായ കുടിച്ചു. ചായ മാത്രമേ കുടിച്ചുള്ളൂ. അവളൊരു ലൈം ടീ കുടിച്ചു, വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ലേ. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം TV ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുടു റോൾ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വീക്കെൻഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി 2 റോളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.